അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുഴിയോ കുക്കറോ ഓവണോ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമ്മൾ കോഴിക്കോടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ദം ചെയ്തിട്ടാണ് ഈ മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും നല്ല ഫ്ലേവറുള്ള റൈസുമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനുള്ള സലാത്ത ഹാറിൻ്റെ റെസിപ്പി കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിനി വേഗം വീഡിയോയിലേക്ക് പോവാം. ബിസ്മില്ല. അപ്പോൾ നമുക്ക് നല്ല മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിത് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി നല്ലോണം വെള്ളം വാർത്തിയെടുത്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത് അതൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റെങ്കിലും ഒരു സ്ട്രെയിനറിലിട്ടിട്ട് നല്ലോണം വെള്ളം വാർത്തിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് കബ്സ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മജ്ബൂസ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ അത് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കട്ടോ. ഞാൻ ആ ചിക്കൻ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുരുമുളക് ചതച്ചിട്ടൊന്നുമില്ല, മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളിനി മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ വരെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ സ്പൈസ് ലെവലിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതൊരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുക. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു മന്തീൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ ഒന്നെങ്കിലും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ചിക്കൻ സ്റ്റോക്കിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതാ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് അല്ല, ടൊമാറ്റോ പേസ്റ്റാണ്. ഇതിന് പകരം വേണമെങ്കിൽ ഒരു ടൊമാറ്റോ ജ്യൂസ് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചിക്കനും റൈസിനൊക്കെ ഒരു റെഡ് കളർ കിട്ടും. അപ്പോൾ റെഡ് കളർ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു 2 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതാ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ നല്ല പോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ പെട്ടെന്ന് എരിവും പുളിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. ഇനി ഈ ഓയിലിൻ്റെ അളവ് കൂടുതലാണോ എന്ന് വിചാരിക്കേണ്ട. നമ്മളിനി റൈസിലേക്ക് വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കില്ല. അതേപോലെ തന്നെ ചിക്കൻ ഇനി പൊരിച്ചെടുക്കുന്നൊന്നുമില്ല. എല്ലാത്തിനും കൂടെ ഇത്ര ഓയിൽ മാത്രം മതി. പിന്നെ നല്ല നെയ്യോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ്റെ തൊലിയോട് കൂടിയിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് ഓയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചിക്കനൊക്കെ ഒരു മീഡിയം സൈസ് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചിക്കൻ 2 പീസായി കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ വല്ലാതെ മൂത്തിട്ടുള്ള ചിക്കനൊന്നും എടുക്കരുത്. നല്ല ഇളയ ചിക്കൻ, പെട്ടെന്ന് കുക്കാവുന്ന രീതിയിൽ നല്ല ഇളയ ചിക്കൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ 1 കിലോൻ്റെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വല്ലാതെ മൂത്തിട്ടുള്ള ചിക്കനൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും മിനിമം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ചിക്കനൊക്കെ ഇതുപോലെ പാത്രത്തിൽ ഇങ്ങനെ നിരത്തി വെക്കണം. ഒന്നിൻ്റെ മേലെ ഒന്നാവാത്ത രീതിയിൽ നല്ലപോലെ നിരത്തി വെക്കാൻ പറ്റുന്ന പാത്രം തന്നെ എടുക്കാം. പിന്നെ ചിക്കൻ്റെ ഫ്ലഷ് ഉള്ള ഭാഗം നമുക്ക് അടിഭാഗത്തേക്ക് ആക്കിയിട്ട് തിരിച്ചു വെക്കാം. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ മുരിഞ്ഞ് കിട്ടും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ച് ഊറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഒരു 3 കപ്പ് സെല്ല ബസ്മതി റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1 മണിക്കൂർ മുമ്പ് തന്നെ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. നമ്മൾ മന്തിക്കൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ ലോങ് ഗ്രെയിൻ ആയിട്ടുള്ള ബസ്മതി റൈസ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതാവുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകുന്നില്ല, അതേപോലെ തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി ഇതില്ലെങ്കിൽ നമുക്ക് സാധാരണ ബസ്മതി റൈസ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അത് നമ്മളൊരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. പിന്നെ അതൊരു പകുതി വേവാകുമ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ അരിയൊക്കെ ഒരു 1/4 ഭാഗം വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസിൽ നിന്ന് ഒരു പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്കൊരു 10 പച്ചമുളക് ഇതുപോലെ അങ്ങോട്ട് വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നമ്മളെ മസാലയും കൂടി, നമ്മളെ കബ്സ മസാല ഏത് മസാല ആണോ നിങ്ങളെടുത്തുള്ളത് അത് കുറച്ചൊന്ന് ഇതേപോലെ വിതറിയിട്ട് കൊടുക്കാം.
ഇനി ഇത് ബാക്കിയുള്ള ചോറും കൂടെ ഇതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് നന്നായിട്ട് കത്തിച്ചു കൊടുക്കുക. ഇനി പുറത്തേക്ക് നല്ല പോലെ ആവി വന്ന് തുടങ്ങിയാൽ നമുക്ക് നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് ഒരു 40-45 മിനിറ്റ് വേവിച്ചെടുക്കാം. റൈസിന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു ചാർക്കോൾ നന്നായിട്ട് കത്തിച്ചെടുത്തതിന് ശേഷം ഇതാ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഉഷാർ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നിന്ന് ഈ ചാർക്കോൾ എടുത്ത് മാറ്റാം, റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്നാകെ മിക്സ് ചെയ്താലും മതി കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ മിക്സ് ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ എങ്ങനെയാണോ വിളമ്പാൻ താല്പര്യം അങ്ങനെ വിളമ്പാം. ചിക്കനും റൈസും മിക്സ് ചെയ്തിട്ട് വിളമ്പണമെങ്കിൽ അങ്ങനെ വിളമ്പാം. ഇനി ചിക്കൻ വേറെ റൈസ് വേറെ ആയിട്ട് വിളമ്പണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനേതായാലും റൈസൊക്കെ ഇതിൻ്റെ മേലേന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. റൈസൊക്കെ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ ഇങ്ങനെ വേവിച്ചെടുത്തുകൊണ്ട് റൈസിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഫുൾ ഫ്ലേവറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അതാ ചിക്കനും അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ മൊരിച്ചെടുക്കാം. ഇതിൽ അത്യാവശ്യം ഓയിലും ഉണ്ടല്ലോ, ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഒന്ന് മൊരിച്ചെടുക്കണമെങ്കിൽ മൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഏതായാലും ഒന്നുകൂടെ ഒന്ന് മൊരിച്ചെടുക്കേണ്ട ഒരു 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൊരിച്ചെടുത്താൽ കുറച്ചുകൂടെ ചിക്കൻ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ മന്തീൻ്റെ ചിക്കൻ എന്ന് പറയുമ്പോൾ ഓവറായിട്ട് മൊരിച്ചെടുക്കരുത്. ഒരു ചിക്കൻ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവും, അതേസമയം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ടാവും, അത്ര മാത്രം മതി. ഇതന്നെ നമുക്ക് ധാരാളമാണ്. വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ മൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ചിക്കൻ ഒന്നുകൂടെ ചെറുതായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നിങ്ങളുടെ പാത്രം അടി കട്ടിയില്ലാത്തതാണെങ്കിൽ അടിയിലൊരു പഴയ ദോശൻ്റെ പാനോ തട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഓയിലും ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്നൊരു 3-4 പീസ് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ചോറ് വിളമ്പിയതിന് ശേഷം മേലെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ പകുതി റൈസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പകുതി റൈസും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റൈസ് നമുക്ക് 2 കളറിലായിട്ട് കിട്ടും. നമുക്കിനി ഇതിൻ്റെ കൂടെ നല്ലൊരു ചട്നി കൂടെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കാം. പിന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഈ തക്കാളിയോടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഇതേ മുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർക്കാണ്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ വല്ലാതെ അരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പൾസിലിട്ടിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ നമുക്ക് സാധാരണ സൺഫ്ലവർ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും ടേസ്റ്റാണ്. അപ്പോൾ ഓയിൽ ഇതാ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ തക്കാളീൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അധിക സമയം കുക്ക് ചെയ്തെടുക്കൊന്നും വേണ്ട. നമുക്ക് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, തക്കാളിൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ അരിഞ്ഞിട്ട് മേലെ ഇട്ട് കൊടുത്താൽ നമ്മളെ സലാത്ത റെഡിയായി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ പരിപാടി. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമുക്ക് പാർട്ടിക്കൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.